ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി എങ്ങനെയെങ്കിലും ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന ഒറ്റ ചിന്തയോടെ കഷ്ടപ്പെടുകയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചന്ദ്രയുടെ കൈയും കാലും പിടിക്കുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി കിടന്നുറങ്ങുമ്പോ സ്വപ്നം കാണുക. വേറൊന്നും അല്ല സ്വപ്നം കാണുന്നത്, ശ്രുതിയും കുഞ്ഞും ശ്രുതിയും ഒക്കെ ആയിട്ട് കളിക്കുന്നതും ആ കുഞ്ഞി കൈ കൊണ്ട് ശ്രുതിയുടെ കൈ പിടിക്കുന്നതും ഒക്കെ ഒരു തങ്കക്കുടം പോലത്തെ ഒരു കൊച്ച്. ആ കൊച്ചിന് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി, പെട്ടെന്ന് ഞെട്ടി അങ്ങോട്ട് എണീറ്റു. എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് എത്തണം. അങ്ങനെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, ഫോൺ എടുത്ത് നേരെ ശ്രുതിനെ വിളിക്കുകയാണേ. അപ്പം അതും ഇന്നത്തെ പ്രധാന ഒരു ഹൈലൈറ്റ് ആണ്. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ്. അപ്പൊ ദേവ് ഫോൺ എടുത്തിട്ട് രേവതിനെ വിളിച്ചിട്ട്, അതെ രേവതി ചേച്ചി, അവിടെ വിശേഷം ഉണ്ടായിട്ട് എന്നെ വിളിച്ചറിയിക്കാതിരുന്നത്, വർഷിച്ചിട്ട് വിശേഷം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താടി നീ പറയുന്നത്, അവിടെ ശ്രുതി ഏടത്തിക്ക് വിശേഷം ഉണ്ടല്ലോ, ശ്രുതിക്ക് വിശേഷം ഉണ്ടല്ലോ, ശ്രുതി ഏടത്തിക്കുന്നൊന്നും അല്ല, ശ്രുതിക്ക് വിശേഷം ഉണ്ടല്ലോ. അല്ല, അതെങ്ങനെ നീ അറിഞ്ഞത്? അപ്പം ചേച്ചിക്ക് ഇത് നേരത്തെ അറിയായിരുന്നല്ലേ? അത് പിന്നെ മോളെ, അത് അറിയായിരുന്നു, അത് കൺഫേം ആണോ അല്ലയോ എന്നൊന്നും അറിയാതെ പറയുന്നത് എങ്ങനെയാ, അതുകൊണ്ടാ ഇവിടെ ഉള്ളവരെ കാര്യമാക്കി എടുക്കാത്തത്. എന്നാ ഉറപ്പിച്ചോ, അത് കൺഫേം തന്നെയാ. ദേ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ശ്രുതിയേട്ടത്തി. ശ്രുതിയേട്ടത്തി എന്നല്ല കേട്ടോ, ശ്രുതി ഇവിടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നതാ. പ്രഗ്നന്റ് ആകാതെ ഏതായാലും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വരില്ലല്ലോ. പിന്നെ എന്നോട് പറയുകയും ചെയ്തു പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ വലിയ കാര്യമാക്കിയൊന്നുമില്ല, മീൻസ് ഞാൻ വലിയ മൈൻഡ് ചെയ്തൊന്നുമില്ല. എന്നാലും ദേ ഉറപ്പിച്ചോ, ശ്രുതി പ്രഗ്നന്റ് തന്നെയാണ്. ആണോ? അപ്പൊ ശ്രുതി പ്രഗ്നന്റ് ആണല്ലേ? അതെ ചേച്ചി, അല്ലാതെ വെറുതെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വരുമോ? എന്നാ പിന്നെ ശരിയേ, ഞാൻ വെച്ചേക്കാണ്. വിവരം അറിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം വിളിച്ചതാ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലാ. എന്നാ മോളെ ദേവു നീ വെച്ചോന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എടുത്ത് വെപ്പുണ്ടായിരുന്നു. സച്ചിയോട് രേവതി പറഞ്ഞു, സച്ചിയേട്ടാ, ശ്രുതി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞതേ വെറുതെ ഒന്നുമല്ല, സത്യം തന്നെയാ. അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? ദേവു എന്താ നിന്നോട് പറഞ്ഞത്? അതെ, ദേവുവിന്റെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയാ ശ്രുതിയും മീരയും കൂടി ഇന്ന് പോയത്. അപ്പൊ സത്യമായ കാര്യം തന്നെയാ. ഇനി എന്താ ചെയ്യുക, കഷ്ടമുണ്ട്. ദേ സച്ചേട്ടനല്ലേ പറഞ്ഞു ഇത് നുണയായിരിക്കുന്നത്. സച്ചേട്ടന്റെ അമ്മയും കൂടെ അല്ലേ ഇത് നുണയാക്കി തീർത്തത്. ഇപ്പൊ എന്റെ തലയെ കൊണ്ടുവച്ചോ? അല്ല, അവള് പ്രഗ്നന്റ് ആണോ ഇല്ലോ എന്ന് കൺഫേം ആക്കാൻ വരട്ടെ. അവൾ ആരാ, സൂത്രക്കാരിയല്ലേ, പഠിച്ച കള്ളിയല്ലേ. പ്രഗ്നന്റ് ആണെന്നൊക്കെ ഒരു സ്ത്രീ അങ്ങനെ കള്ളൊന്നും പറയത്തില്ല. മാത്രമല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പിന്നെ എന്തിനാ പോയത്, പ്രഗ്നന്റ് ആണെന്ന് പറയുകയും ചെയ്തു, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോവുകയും ചെയ്തു. പിന്നെ നമ്മളോട് മാത്രമല്ലല്ലോ, ദേവുവിനോടും പറഞ്ഞെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒന്ന് നിന്ന് ഇരുത്തിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആണെങ്കിൽ ശ്രുതിനെ മാറ്റി നിർത്തുന്നത് മോശമാണല്ലോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഏതായാലും ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ ചിന്തിച്ചും ആലോചിച്ചും പിറക്കി നടന്ന് ഇങ്ങനെ നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. ഒരു തീരുമാനം എടുക്കാനായിട്ട് പുള്ളിക്കാരിക്ക് അങ്ങ് പറ്റണില്ല. ഇതിന്റെ ഇടയിൽ നമ്മുടെ ശ്രുതി ചെന്നിട്ട് വീണ്ടും കൈയും കാലും ഒക്കെ പിടിക്കുകയാണ്. അപ്പൊ ചന്ദ്ര അവിടെയുണ്ട്. അപ്പൊ ചന്ദ്രയാണെങ്കിൽ പറഞ്ഞു, ദേ നിന്റെ ഉദ്ദേശം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിനക്ക് അങ്ങനെ അവളെ വിളിച്ചോണ്ട് വരണം എന്നുണ്ടെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം, നിങ്ങൾ ഇറക്കിയൊന്നും വിടണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്ര ഇത്, നീ എന്തിനാ അവനെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്, അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പറ്റത്തില്ല, നടക്കത്തില്ല. അവള് കള്ളിയാ, പേരും കള്ളി, സൂത്രക്കാരി. അവളുടെ കയ്യിലേ എന്നെ വിറ്റ പൈസ ഇരിപ്പുണ്ട് അവളുടെ കയ്യില്. ഞാനേ ഒരിക്കലും ഇതിന് സമ്മതിക്കത്തില്ല, മുടിഞ്ഞവളുടെ കാല് ഈ വീട്ടിൽ കുത്തിയോ മുടിഞ്ഞു പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി ഓടി വന്നിട്ട്, അതെ എന്നെ ഇപ്പം ദേവ് വിളിച്ചായിരുന്നു അച്ഛാന്ന് പറഞ്ഞു. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാ ദേവ് വിളിച്ചത്? അതെ, ദേവുവിന്റെ അടുത്ത് ഇന്ന് ശ്രുതി ചെന്നായിരുന്നു. ശ്രുതി ദേവുവിന്റെ അടുത്ത് ചെന്നെന്നോ? ദേവുവിന്റെ അടുത്തല്ല, ആ ഹോസ്പിറ്റലിലാണ് ചെന്നത്. അപ്പൊ ശ്രുതിയെ ദേവു കണ്ടായിരുന്നു. ശ്രുതി പ്രഗ്നന്റ് ആണ്, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നാണെന്നാ പറഞ്ഞു. അപ്പം പ്രഗ്നന്റ് എന്ന് പറയുന്നത് നുണയല്ലത് മനസ്സിലായല്ലോ അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി, ഇന്ന് ഇന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ശ്രുതിയുടെ അല്ല ശ്രുതി ദേവുവിന്റെ അടുത്ത് ചെന്നെന്നോ? അതേന്നെ, കണ്ടോ,
കണ്ടോ അവള് പാവം ഈ സമയത്ത് ഞാനല്ലേ അവളുടെ കൂടെ ചെല്ലേണ്ടതും ഡോക്ടറെ കാണിക്കേണ്ടതും ഒക്കെ. അയ്യോ കഷ്ടമുണ്ട് അമ്മേ, പ്ലീസ് അമ്മേ ഞാനൊന്ന് പൊക്കോട്ടെ. എടാ മാറിപ്പോടാ, അവൾ ഇതല്ല, ഇതിന്റെ അപ്പുറം ബുദ്ധി കാണിക്കുന്നവളാ, എനിക്കറിയാം. അവളുടെ ബുദ്ധിയൊന്നും ഈ ചന്ദ്രമതിയുടെ അടുത്ത് വില പോകത്തില്ല. ഈ ചന്ദ്രമതി അത് കണ്ടിട്ടിട്ട് വീഴത്തുമില്ല. ദേ ഞാൻ പറഞ്ഞതും പറഞ്ഞു, അവളെ ഈ വീട്ടിൽ കാല് കുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ കാല് കുത്തുകയാണെങ്കിൽ അവളുടെ കാല് വെട്ടുകയും ചെയ്യും, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്യും. അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാ. ആരും ഇതിന് ഒരു തീരുമാനം എടുക്കണ്ട, ഇതെന്റെ അവസാന തീരുമാനം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് രേവതി സച്ചി എന്ത് പറയാനാ, അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനൊന്നും ഇല്ലല്ലോ. കാരണം ഇത് സുധി തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. അപ്പൊ ചന്ദ്ര ഇത് കേട്ടിട്ട്, ഓഹോ, അപ്പൊ നിങ്ങള് അവന് വളം വെച്ചു കൊടുക്കുകയാണല്ലേ. ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണതായിരിക്കും. ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. ആഹാ, ഞാൻ മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് നിങ്ങൾ ക്ലാസ് കൊടുക്കാൻ നിൽക്കുകയാണല്ലേ. ഓ, അവളെ ആ ആട്ടക്കാരിനെ ഞാൻ ഇനി ഇങ്ങോട്ട് കയറ്റാണ്, സമ്മതിക്കത്തില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. സുധിക്ക് വീണ്ടും ടെൻഷനും പരവേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലാത്ത ടെൻഷൻ നമ്മുടെ സുധിക്ക്. ഈ ഒരു സമയത്താണ് വർഷയാണെങ്കിൽ ഇങ്ങനെ നടക്കാം. വർഷയെ തീറ്റിക്കാനായിട്ട് ശ്രീകാന്ത് പുറകെയുണ്ട്. പാലും പഴവും മുട്ടയും തേനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറകെ നടക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട്, അതെ എന്റെ വർഷയെ നീ ഇത് കഴിക്ക്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എന്താ വർഷ ഇത്, നീ ഇങ്ങനെ പിള്ളേരെ പോലെ പിടിവാശി പിടിക്കാതെ, ഇത് നിനക്കുണ്ടാക്കി തരുന്നതല്ല ഞാന്, ഇതിട്ട് കൊച്ചിനുണ്ടാക്കി കൊടുക്കുന്നതാ. ദേ എന്നോട് മിണ്ടിപ്പോരുന്നല്ലേ ശ്രീകാന്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരു കോപ്പും വേണ്ട. നിനക്ക് വേണ്ടല്ലേ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് നേരെ രേവതി എടുത്തിയേന്നൊരു വിളി നമ്മുടെ ശ്രീകാന്ത്. രേവതിനെ വിളിക്കാനും രേവതി ഓടി വന്നിട്ട്, എന്താ മോനെ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പം, ഇവളിത് ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞപ്പം, രേവതി ചേച്ചി എനിക്ക് ഫ്രൂട്ട്സ് വേണ്ടാഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ, ദേ എന്റെ ഈ നടി മേടിക്കും കേട്ടോ, മര്യാദയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നോ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വേറൊരു പ്രഗ്നന്റ് ലേഡി വരും. അവൾ അകത്ത് കയറി നീ അറിയാതെ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കഴിക്കും. അങ്ങനെ കണ്ടു പഠിക്കും മിടുക്കുകളെ. ആരുടെ കാര്യമാ രേവതി ചേച്ചി പറയുന്നത് ശ്രീകാന്തി ചോദിച്ചപ്പം, നമ്മുടെ ശ്രുതി പ്രഗ്നന്റാ, അറിഞ്ഞില്ലേ? ശ്രുതിയുടെ അടുത്ത് പ്രഗ്നന്റോ? ആ, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? നീ ഈ ലോകത്തൊന്നും അല്ലേ. എങ്ങനെയാ ഞാൻ ഈ ലോകത്ത് നിൽക്കുന്നത്? ഇവൾ ഈ സ്വഭാവം കാണിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ വല്ല കാര്യം നോക്കാൻ പറ്റുമോ? ഓഹോ, അപ്പം ശ്രുതിയേട്ടത്തിനെ കൂട്ടിക്കൊണ്ട് വരാൻ തീരുമാനിച്ചോ ശ്രുതിയേട്ടൻ? അതൊന്നും അറിയില്ല. ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. എത്ര ദിവസം എന്നും പറഞ്ഞുകൊണ്ടാ. മാത്രമല്ല ഇവിടുത്തെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത്, അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ. അമ്മ അതും ഇതുമൊക്കെ പറഞ്ഞാലും ശ്രുതി കൂട്ടിക്കൊണ്ട് വരുന്ന എനിക്ക് തോന്നുന്നത്, എന്റെ പ്രതീക്ഷ അതാ എന്നൊക്കെ പറഞ്ഞു. അതിൽ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണെ, അങ്ങനെ വേണം അവൾക്ക്, അങ്ങനെ വേണം. ദൈവം കൊടുത്ത ശിക്ഷയാ അവൾക്ക്. അവൾ നോണ പറഞ്ഞില്ലേ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. ദൈവം കൊടുത്ത ശിക്ഷയോ? ഇടി പ്രഗ്നന്റ് ആകുക എന്നുള്ളത് ഒരു സ്ത്രീയുടെയും സന്തോഷമാണ്, സ്വപ്നമാണ്. അതിപ്പം ദൈവം കൊടുത്ത ശിക്ഷയാകുന്നത് എങ്ങനെയാ? അവളും വേദന അനുഭവിക്കട്ടെ, വേദന അനുഭവിച്ച് തന്നെ പ്രസവിക്കട്ടെ. അല്ല, എല്ലാവരും വേദന അനുഭവിച്ചിട്ടാണല്ലോ പ്രസവിച്ചത്. നിന്റെ അമ്മയും എന്റെ അമ്മയും ഒക്കെ അങ്ങനെ വേദന അനുഭവിക്കാതെ പ്രസവിച്ചത്. ഇപ്പം അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. നമുക്ക് വേണേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിന്നോട് ആരാ ഇവിടെ മിണ്ടാൻ പറഞ്ഞത്, നീ മിണ്ടാതിരുന്നാൽ മതി ശ്രീകാന്ത് എന്ന് പറഞ്ഞു വർഷം ഇങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, മോളെ നീ ആ കേസൊക്കെ വിട്ട് കളയ. അതെ, വേദന അത് ഇതൊന്നും ഓർക്കരുത്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം പ്രഗ്നന്റ് ആവുക എന്നുള്ളത്. ആ ഒരു അവസരം നിനക്ക് കിട്ടിയപ്പോഴത്തേക്കും നീ അതെന്താ ചെയ്യേണ്ടത്? ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിന്റെ അമ്മയായിട്ട് നീ ഒന്ന് ഓർത്തു നോക്കി. അതിന്റെ ചിരിയും കളിയും നടക്കലും ഈ വീട്ടില് ഓടി ചാടി നടക്കുന്ന ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ നീ. അപ്പൊ ഒന്ന് ഓർത്ത്, നീ ഒരു അമ്മയാകുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കിയെന്ന് പറഞ്ഞു. എനിക്കിതൊന്നും ഓർക്കാൻ പറ്റത്തൊന്നുമില്ല. രേവതി ചേച്ചി പാണി നോക്കി പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് രേവതിനെ ഓടിക്കാണ് കേട്ടോ. വർഷയ്ക്കാനോട്ട് പ്രസവിക്കാനും വയ്യ, അതാ പറഞ്ഞത്. പ്രസവിക്കാൻ താല്പര്യമുള്ളവരോട്ട് പ്രസവിക്കുന്നുമില്ല, പ്രഗ്നന്റ് ആകുന്നുമില്ല. പക്ഷെ താല്പര്യമില്ലാത്തവർക്ക് വാരിക്കോരി കൊടുക്കുന്നു. എന്തൊരു കഷ്ടാണിത്. എന്നാൽ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി സ്വപ്നം കണ്ടു. അങ്ങനെ ശ്രുതി ഇങ്ങനെ സ്വപ്നം കാണുക, നമ്മുടെ ശ്രുതിയും കിടക്കുന്നു. നടുക്ക് ഒരു കുഞ്ഞ് കിടക്കുന്നു. ആ കുഞ്ഞ് കരയുന്നു. ശ്രുതിയുടെ കൈ കയറി പിടിക്കുന്നു. ആ കുഞ്ഞി കൈ തൊടുമ്പോഴുള്ള ആ ഒരു മൃദുലമായ സ്പർശമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മുടെ ശ്രുതി. പെട്ടെന്ന് ഞെട്ടി എണീറ്റ് ശ്രുതി എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് വിചാരിച്ചു,
അവളെ വിളിച്ചേക്കാം, അവള് വിളിക്കണം, അവള് വിളിക്കാതിരിക്കാൻ പറ്റില്ല എനിക്കെന്ന് പറഞ്ഞു നേരെ നമ്മുടെ ശ്രുതിനെ ഫോൺ ചെയ്യാണെന്നേ. ശ്രുതി രാത്രി കിടന്ന് ഉറങ്ങുമല്ലേ, പെട്ടെന്ന് ഫോൺ എടുത്തു. ശ്രുതിയുടെ കോള് കണ്ട എടുക്കാതിരിക്കുവോ. ഏയ് എന്റെ ശ്രുതി വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് ഹലോ, എന്താ ശ്രുതി വിളിച്ചത്? അത് അത് പിന്നെ ഞാൻ വിളിച്ചത്, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ മീരയുടെ വീട്ടില്. അതെ, ഞാന് നമ്മുടെ കുഞ്ഞിനെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടെന്നോ? കുഞ്ഞിനെയോ? നമ്മുടെ കുഞ്ഞ് നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. എനിക്കത് കൊതിയായിപ്പോയി എന്റെ ശ്രുതി. എനിക്ക് നിന്നെ കാണണം. നീ എവിടെയുള്ളത്? അത് പിന്നെ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ അമ്മ ശ്രുതിനെ വഴക്ക് പറയില്ലേ? അല്ല, ഇപ്പൊ ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണാൻ എന്താ കാരണം? അല്ല, ഇങ്ങനെ ഒരു കാരണം എന്തുകൊണ്ടാ? അല്ല, നീയല്ലേ പറഞ്ഞ നീ പ്രഗ്നന്റ് ആണെന്ന്? ഓ, പ്രഗ്നന്റ് ആണ്. അതെ അതെ, ഞാൻ പ്രഗ്നന്റ് ആണ്. അല്ല, നീ പ്രഗ്നന്റ് അല്ലേ? അതെ സുധി, ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ ഇന്ന് ഡോക്ടറെ കാണാനൊക്കെ പോയായിരുന്നു. ആ, അത് ദേവ് പറഞ്ഞായിരുന്നു. ദേവ് രേവതിനെ വിളിച്ചു പറഞ്ഞു. രേവതി ഇവിടെ അതൊക്കെ പറഞ്ഞായിരുന്നു. ഏതായാലും എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ ശ്രുതി. എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അമ്മ നിങ്ങളെ എന്ത് പറയും? നിങ്ങളുടെ അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളെ പിന്നെ വീട്ടിൽ കയറ്റുമോ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പൊ നിന്നെ കാണണം, എന്റെ കുഞ്ഞിനെ കാണണം, എനിക്കിപ്പൊ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, മീരയുടെ വീട്ടിലുണ്ട്, ആരും കാണാതെ വരാൻ പറ്റുമെങ്കിൽ വരാൻ നോക്കാന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ മീരി എണീറ്റിട്ട് ആരാടീന്ന് ചോദിച്ചപ്പോ, അതെ സുധിയാ വിളിച്ചത്. സുധിയോ? ഈ സമയത്തോ? ആ, സുധി വിളിച്ചു. സുധിയെ എന്നെയും എന്റെ കുഞ്ഞിനെയൊക്കെ സ്വപ്നം കണ്ടെന്ന്. അതുകൊണ്ട് അവനിപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ പോവാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊടുത്ത ഡോസ് അത് ഏറ്റിട്ടുണ്ട് മീരെ. ഇനി ആ ഡോസ് കൂടി 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 വരും. അങ്ങനെ വന്ന് 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 എന്നെ 1 2 3 ദിവസത്തിനുള്ളില് ചന്ദ്രോദയത്തിലേക്ക് വിളിച്ചോണ്ട് പോകും എന്റെ സുധി. കൊള്ളാലോടി, നുണകൾ പറഞ്ഞ് നീ അങ്ങ് കാട് വെട്ടി കേറുകയാണല്ലോ. ദേ, ഈ കാട് വെട്ടി കേറി എല്ലാം ഒരു ദിവസം അറിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, തീയിടും നിന്റെ അമ്മായിയമ്മയും നിന്റെ കെട്ടിയവനും കൂടെ ചേർന്ന്. പിന്നെ നീ നീക്കി വെച്ചിരിക്കുന്ന ബാക്കി കള്ളത്തരം എല്ലാം കൂടെ അവർ കണ്ടുപിടിക്കുന്നു പറയുമ്പോഴത്തേക്ക് ഒന്ന് പേടിപ്പിക്കാതെ ഒന്ന് പോടി, നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ മീരയോട് ശ്രുതി. അപ്പൊ മീര പറഞ്ഞു, ഏയ് ഞാൻ ഏതായാലും ഇനി ഉറങ്ങുന്നില്ല, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുപാകാൻ പോവാണെന്ന്. ഏതായാലും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തേ. ഈ സമയത്താണെങ്കിൽ അവിടെ നമ്മുടെ ശ്രുതിയുടെ ഉറക്കമൊക്കെ പോയല്ലോ. അപ്പൊ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ശ്രുതിനെ കാണാൻ ശ്രുതിയുടെ അടുത്ത് വരണം. അപ്പൊ പതിയെ 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 കട്ടിലേ നേടിയിട്ട് പമ്മി പമ്മി ആരും കാണാതെ വരിക. അപ്പൊ രേവതി സച്ചി ഹോളിലാണല്ലോ കിടക്കണത്. അപ്പൊ അവരവിടെ ഉണ്ട്. അപ്പൊ രേവതി സച്ചി ഉറങ്ങുന്നതൊക്കെ നോക്കിക്കൊണ്ട് പതുക്കെ അവർ ഉറങ്ങി നല്ല ഉറക്കത്തിലെത്തി. അപ്പൊ അങ്ങനെ വരിക. ഈ സമയത്ത് ചന്ദ്രയ്ക്ക് ഉറക്കമില്ല കേട്ടോ. ചന്ദ്രയാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുന്നു. നമ്മുടെ ശ്രുതി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതും, ഭാമ വന്ന് പറഞ്ഞതും, രേവതി അത് സത്യമാണ് എന്ന് പറഞ്ഞതും ഒക്കെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ചന്ദ്രയ്ക്കാണ് ഉറക്കമില്ല. ഈ സമയത്ത് ചന്ദ്ര വെളിയിൽ ഇറങ്ങിയത് ദാ വരുന്നു നമ്മുടെ സൂതി പമ്മി പമ്മി പിടിച്ചില്ല കൈയോടുകൂടി. എവിടെ പോടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഞാൻ വെള്ളം കുടിക്കാൻ വന്നു. ഇപ്പൊ വെള്ളം കുടിക്കാൻ നീ എന്തിനാടാ പാത്തും പതുങ്ങിയും വരുന്നത്? മാത്രമല്ല നിന്റെ റൂമിനകത്ത് ഒരു ചെക്ക് വെള്ളം ഞാനല്ലേ കൊണ്ടുവച്ചെന്ന് ചോദിച്ചപ്പോ, അത് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാൻ എണീറ്റ് ഇങ്ങനെ നടക്കുമായിരുന്നു. അറിയാമോ അമ്മയ്ക്ക്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും ശ്രുതിനെയും സ്വപ്നം കണ്ടു, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക്, സ്വപ്നം കണ്ടെന്നോ? എന്ത് സ്വപ്നം? അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രേവതി സച്ചിൻ ചാടി എണീറ്റു കേട്ടോ. ഇവരുടെ ഒരു സംസാരം കേട്ട് ചാടി എണീറ്റു. പിന്നെ രവീന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഇവന് രാത്രി ഉറക്കില്ല, ഇവൻ എന്നെ വെട്ടിച്ചിട്ടാ ഇവന്റെ ഭാര്യയുടെ അടുത്ത് പോകാൻ വേണ്ടി നോക്കുക. എടാ നീ അതിനല്ലേടാ നീ ഇറങ്ങി വന്നത്, സത്യം പറയടാന്ന് ചോദിച്ചപ്പം, അതെ ഞാൻ എന്റെ ഭാര്യനെ കാണാൻ വേണ്ടി പോവാ, അതിനുവേണ്ടി തന്നെ ഞാൻ ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എന്റെ ഭാര്യനെ കാണണം, അവളെ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവാ, ഇനി എനിക്ക് അവളെ കൈവിട്ട് കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ, ഓഹോ അത്രയ്ക്കായോ നിനക്ക്? എനിക്ക് അത്രയ്ക്കായി. എനിക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ സ്വപ്നം കണ്ടു. എന്റെ കുഞ്ഞ് എന്റെ കയ്യെ വന്ന് പിടിക്കുന്നതും അതിന്റെ കരച്ചിലൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. അതുകൊണ്ട് എനിക്കിപ്പം ശ്രുതിയെ കാണണം, ഞാൻ അവളെ കാണാൻ വേണ്ടി തന്നെ പോവുക, ഞാൻ തീരുമാനിച്ചതാണ്, ഇനി അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഈ പാതിരാത്രി നീ അങ്ങോട്ടേക്ക് പോയിട്ട് എന്തിനാടാ? പാതിരാത്രി പോയി വേറെ പണിയില്ല, നേരം വെളുക്കുന്നവരെ ഇല്ല. ഞാൻ ശ്രുതിനെ വിളിച്ചായിരുന്നു. ശ്രുതിനെ വിളിച്ചപ്പം അവൾ എന്നോട് പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ പോവോടാ? നീ അങ്ങനെ പോവോ എന്ന് ചന്ദ്ര. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, പോകും, എനിക്ക് ഇനി പറ്റത്തില്ല അമ്മ പറയുന്നത് കേട്ട് നിൽക്കാനായിട്ട്. അവളെ എന്റെ ജീവന അവളുടെ വയറ്റിലുള്ളത്, അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാട്ടയും പിടിച്ചതും, നീ കാണാനായിട്ട് എന്തിനാ വെറുതെ പോകുന്നത്? ഒരു കാര്യം ചെയ്യ, അങ്ങോട്ട് പോകുന്നതല്ലേ, നീ അവളെ കൂട്ടിക്കൊണ്ടും കൂടെ വാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഞെട്ടിപ്പോയി നമ്മുടെ ശ്രുതി.
കൂട്ടിക്കൊണ്ട് വരാനോ? അമ്മ എന്തായി പറയുന്നത്? ആ, ഞാൻ പറഞ്ഞില്ലേ അവളെ കൂട്ടിക്കൊണ്ട് വരാന്. ഇനിയിപ്പൊ നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല, ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല, ഉണ്ണാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ബിസിനസ് കാര്യങ്ങള് അത് ഇത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഏതായാലും അവളുടെ വയറ്റിൽ നിന്റെ കുഞ്ഞാണല്ലോ ഉള്ളത്. മാത്രമല്ല വർഷയ്ക്ക് മുമ്പ് പിറന്നതും ആ കുഞ്ഞ് തന്നെയാണ്. അപ്പൊ പിന്നെ ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കിടാവ് അത് തന്നെയാ. അപ്പൊ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോരേന്ന്. ആകെപ്പാട് സന്തോഷമായി പോയിട്ട് പെട്ടെന്ന് രവീന്ദ്രനും സച്ചി രേവതിയൊക്കെ ഞെട്ടാണ് ചന്ദ്രയുടെ ഈ ഒരു മാറ്റം. ഈ മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.